ഹായ് നമസ്കാരം. PSC കേരള നമ്പർ 1 എക്സലൻസ് PSC ക്ലാസ് റൂം 24-ാം ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയേറെയുള്ള ചോദ്യോത്തരങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആൻസർ അറിയുമോ എന്ന് നോക്കുക. ഉത്തരങ്ങൾ അവസാനത്തെ പേജിൽ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഗോയിറ്റർ. ഗോയിറ്റർ. ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്. മനുഷ്യ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഏത്? ആൻസർ പോളിസൈത്തീമിയ. പോളിസൈത്തീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ആൻസർ ഒഡീസി. ഒഡീസി. അടുത്ത ക്വസ്റ്റ്യൻ, മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആൻസർ ഹൈഡ്രോസയാനിക്. ഹൈഡ്രോസയാനിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ആൻസർ വൈറ്റമിൻ സി. വൈറ്റമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു. കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു. ആൻസർ കാരിയോഫിലിൻ. കാരിയോഫിലിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര്. ആൻസർ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മുളയിലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി. മുളയിലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവി ഏത്? ആൻസർ പാണ്ട. പാണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷി. സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷി. ആൻസർ ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ വേഗത കൂടിയ പക്ഷിയിൽ ഒട്ടകപ്പക്ഷിയാണ്. ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ആൻസർ ഭരതനാട്യം. ഭരതനാട്യം. അടുത്ത ക്വസ്റ്റ്യൻ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ആൻസർ സ്കർവി.
സ്കർവി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ. രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി കുറയുന്ന അവസ്ഥ. ആൻസർ ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽപാദങ്ങൾ ഇടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി ഏത്? കാൽപാദങ്ങൾക്കിടയിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന പക്ഷി ഏത്? ആൻസർ പെൻഗിൻ. പെൻഗിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന കൃതി രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ഉരുക്കിന്റെ വ്യാവസായിക ഉൽപാദന പ്രക്രിയ അറിയപ്പെടുന്ന പേര്? ആൻസർ ബെസിമർ. ബെസിമർ. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? ആൻസർ സെറിബെല്ലം. സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ മഹാനഗരങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതി ഏതാണ്? ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ മഹാനഗരങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് പദ്ധതി ഏതാണ്? ആൻസർ സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ആൻസർ ചൊവ്വ. ചൊവ്വ ഗ്രഹം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹവും ചൊവ്വ ഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാന മന്ദിരത്തിന് പേര്? ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര്? ആൻസർ നിർഭയ ഭവൻ. നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992 ജാനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നിർഭയ ഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദി? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദി? ആൻസർ മഹാനദി. മഹാനദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഹിരാക്കുഡ് ഒഡീഷയിലാണ്. ഈ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഒഡീഷ. ഈ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് ഏത് നദിയിലാണ്? മഹാനദി. മഹാനദി. ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ
1 ഗോയിറ്റർ, 2 പോളിസൈത്തീമിയ, 3 ഒഡീസി, 4 ഹൈഡ്രോസയാനിക്, 5 വൈറ്റമിൻ സി, 6 കാരിയോഫിലിൻ, 7 ഡെസ്റ്റിലേഷൻ, 8 പാണ്ട, 9 ഒട്ടകപ്പക്ഷി, 10 ഭരതനാട്യം, 11 സ്കർവി, 12 ഹൈപ്പോഗ്ലൈസീമിയ, 13 പെൻഗിൻ, 14 അരിസ്റ്റോട്ടിൽ, 15 ഡെസിമർ, 16 സെറിബെല്ലം, 17 സുവർണ ചതുഷ്കോണം, 18 ചൊവ്വ, 19 നിർഭയ ഭവൻ, 20 മഹാനദി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ആൾ.